എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന പേഴ്സണൽ ഫിനാൻസിലെ ബഡ്ജറ്റിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്തിനാണ് നമ്മൾ പേഴ്സണൽ ഫിനാൻസിൽ ബഡ്ജറ്റിനെ കുറിച്ച് ഇത്രയും ബോധറാകുന്നത്, അതുകൊണ്ടുള്ള നമ്മുടെ ബെനിഫിറ്റ് എന്താണ്, എന്തിനാണ് നമ്മൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ചെറിയൊരു വീഡിയോയിലൂടെ കണ്ടു നോക്കാം. സോ what is personal budget? എന്താണ് പേഴ്സണൽ ബഡ്ജറ്റ്? The personal budget is a financial plan prepared to track the income and expense for a specific period, usually weekly or monthly. സോ അപ്പൊ നമ്മളോട് ചെയ്യുന്ന കാര്യം എന്താണ്? വളരെ വ്യക്തമാണ്. എനിക്ക് ഒരു ആളുടെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അയാളുടെ എക്സ്പെൻസിനെ കുറിച്ചും ഇൻകത്തിനെ കുറിച്ചും ഒരു ധാരണ ഉണ്ടായിരിക്കണം, അല്ലെ? അപ്പൊ നമുക്ക് എപ്പോഴും ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ, പേഴ്സണൽ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഒരാളുടെ നോക്കി നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. അതിനുവേണ്ടി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ദ പേഴ്സണൽ ബഡ്ജറ്റ് ഇസ് എ ഫിനാൻഷ്യൽ പ്ലാൻ പ്രിപ്പയർ ടു ട്രാക്ക് ദ ഇൻകം. നമ്മുടെ ഇൻകം ഏതൊക്കെ മേഖലയിൽ നിന്ന് വരുന്നു, വേരിയസ് സോഴ്സ് ഓഫ് ഇൻകം ഏതൊക്കെയാണെന്നൊന്ന് ട്രാക്ക് ചെയ്തേക്കുക. ഒരു മാസത്തെ നമുക്ക് കിട്ടാവുന്ന ഇൻകം ഏതൊക്കെയാണ്, അത് എക്സ്പെൻസിലോട്ട് എങ്ങനെയൊക്കെ പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെൻസിനെ നമ്മളൊന്ന് ട്രാക്ക് ചെയ്ത് വെക്കുക. ഇതിന്റെ ബേസിൽ നമുക്ക് എന്താണ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇറ്റ് ഓഫൺ ഇൻക്ലൂഡ് ദ പോർഷൻ ഡെഡിക്കേറ്റഡ് ടു സേവിംഗ് മണി ഓർ ഇൻവെസ്റ്റ്മെന്റ് ഫോർ ഫ്യൂച്ചർ ഗോൾസ് സച്ച് ആസ് എമർജൻസി, എഡ്യൂക്കേഷൻ, റിട്ടയർമെന്റ് എക്സെട്ര. അപ്പൊ എനിക്ക് എന്റെ ഇൻകത്തിനെ കുറിച്ചൊരു ധാരണയുണ്ട്, എന്റെ നോർമലി ഉള്ള എക്സ്പെൻസുകളെ കുറിച്ച് ഞാനൊന്ന് ട്രാക്ക് ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സേവിങ്സിനും, ഇൻവെസ്റ്റ്മെന്റിനും, റിട്ടയർമെന്റ് പ്ലാനിനും, എഡ്യൂക്കേഷൻ പ്ലാനിനും ഇതിനൊക്കെ എന്താണ് ഒരു ഇമ്പോർട്ടൻസ് കൂടെ കൊടുത്തേക്കുക. അങ്ങനെ നമുക്ക് എന്താണ്, നമുക്ക് കിട്ടുന്ന പൈസ കൊണ്ട് ഈ പറഞ്ഞ എല്ലാ ഏരിയയും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമ്പോഴാണ് നമുക്ക് ഫിനാൻഷ്യലി ഫ്രീഡം ലഭിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ദ പ്രൈമറി പർപ്പസ് ഓഫ് ക്രിയേറ്റിംഗ് എ പേഴ്സണൽ ബഡ്ജറ്റ് ഈസ് ടു മാനേജ് മണി എഫക്റ്റീവ്ലി, അലോക്കേറ്റ് ദ റിസോഴ്സ് വൈസ്ലി ആൻഡ് അച്ചീവ് ഫിനാൻഷ്യൽ ഗോൾസ്. അപ്പൊ ഇത് പ്രൈമറി ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫിനാൻഷ്യൽ ബഡ്ജറ്റ് നമ്മൾ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണത്തിനെ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യാം, അല്ലെ? നമ്മുടെ കയ്യിൽ വരുന്ന പൈസയെ വളരെ പ്രോഫിറ്റബിൾ ആയിട്ട് നമ്മുടെ നീഡ്സിനെയും വാണ്ട്സിനെയും ഒക്കെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട്, എന്നാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റും സേവിങ്സും റിട്ടയർമെന്റ് പ്ലാനും ഒക്കെ നമുക്ക് എന്താണ് ഉൾപ്പെടുത്തിക്കൊണ്ട് മാനേജ് ചെയ്യാൻ സാധിക്കുന്നു. അലോക്കേറ്റ് ദ റിസോഴ്സ് വൈസ്ലി. നമ്മുടെ റിസോഴ്സുകൾ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ വൈസ് ആയിട്ട് നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അതുവഴി നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾസിനെ നമുക്ക് അറ്റൈൻ ചെയ്യാൻ സാധിക്കുന്നു. ഇപ്പൊ ബഡ്ജറ്റ് ഇല്ല എങ്കിൽ പൈസ വരുന്നു, എത്ര വരും എന്ന് എനിക്കറിയില്ല, വരുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? തീർന്നു പോകുന്നു, മാസാവസാനം നമുക്ക് കയ്യിൽ പൈസ ഇല്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ ഫിനാൻഷ്യൽ ബഡ്ജറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇറ്റ് പ്രിപ്പയർഡ് ഓൺ ദ ബേസിസ് ഓഫ് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് സച്ച് ആസ് ഇൻകം, എക്സ്പെൻസ്, ഡെപ്റ്റ്, ഫ്യൂച്ചർ ഗോൾസ് എക്സെട്ര. ഒരു ഫാക്ടർ അല്ല. ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ധാരാളം മൾട്ടിപ്പിൾ ഫാക്ടേഴ്സിനെ കുറിച്ച് കൺസിഡർ ചെയ്യണം. കോമൺ ആയിട്ട് എന്താണ്? ഇൻകം, എക്സ്പെൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ഡെപ്റ്റിനെ പറ്റി, നമ്മുടെ ഫ്യൂച്ചർ ഗോൾ എന്താണ്, ആ ഗോളിന് അറ്റൈൻ ചെയ്യാൻ എത്ര രൂപ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുണ്ട്, എത്ര രൂപ നമുക്ക് എന്താണ് ക്യാപിറ്റൽ വേണം, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ കൺസിഡറിംഗ് ഓൾ ദീസ് ഫാക്ടേഴ്സ്, എ ബഡ്ജറ്റ് അലോ യു ടു മാനേജ് യുവർ മണി മോർ എഫക്റ്റീവ്ലി. നമുക്കപ്പം നമ്മുടെ പൈസ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് എന്ത് വേണം? ബഡ്ജറ്റ് വേണം. ആഗ്രഹം ഉണ്ടായാൽ പോരാ, നീഡ്സ് ഉണ്ടായാൽ പോരാ, വാണ്ട്സ് ഉണ്ടായാൽ പോരാ, നമുക്കതിനെ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ കയ്യിൽ പർച്ചേസിംഗ് പവർ വേണം. പർച്ചേസിംഗ് പവർ വേണമെങ്കിൽ കിട്ടുന്ന സാലറി മുഴുവൻ, അല്ലെ കിട്ടുന്ന ഇൻകം മുഴുവൻ, സോഴ്സ് ഓഫ് ഇൻകം മുഴുവൻ എനിക്ക് 2 ആഴ്ച കൊണ്ട് തീർന്നു പോയാൽ ഇതൊന്നും നടക്കില്ല. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്ത് ബഡ്ജറ്റിനുള്ളിൽ എന്റെ എന്താണ് സ്പെൻഡിങ് നടത്തിക്കൊണ്ട്, ഇൻവെസ്റ്റ്മെന്റ് നടത്തി, സേവിങ്സ് നടത്തി ലൈഫ് നമുക്ക് എന്താണ് സെറ്റിൽ ആക്കാനായിട്ട് സാധിക്കും. സോ വൈ ഈസ് ബഡ്ജറ്റ് ഇമ്പോർട്ടന്റ്? എന്തുകൊണ്ട് ബഡ്ജറ്റ് ഇമ്പോർട്ടന്റ് ആവുന്നു? ഫസ്റ്റ് വൺ ഈസ് ഫിനാൻഷ്യൽ കൺട്രോൾ, അല്ലെ? ബഡ്ജറ്റിംഗ് അലോ യു ടു മോണിറ്റർ ആൻഡ് കൺട്രോൾ യുവർ എക്സ്പെൻസ്, എൻഷുറിംഗ് ദാറ്റ് യു ഡോണ്ട് സ്പെൻഡ് മോർ ദാൻ യു ഏൺ. അപ്പൊ ഫിനാൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ പൈസ വരുന്നു, ഞാൻ വരവറിയാതെ എന്താണ് ചെലവുകള് പേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെനിക്ക് എന്താണ് ഒരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. എനിക്ക് ഇൻകം ഇത്ര ഉള്ളതെന്ന് എനിക്ക് അറിയാം. സോ ആ ഇൻകത്തിൽ നിന്നുകൊണ്ട് എന്റെ നീഡ്സിനെയും വാണ്ട്സിനെയും സേവിങ്സിനെയും ഇൻവെസ്റ്റ്മെന്റിനെ സാറ്റിസ്ഫൈ ചെയ്യുക. ഒരിക്കലും നമുക്ക് എന്താണ് ഒരു ഓവർ സ്പെൻഡിങ് എന്ന് പറയുന്ന ഒരു ഫീലിങ്സ് ഉണ്ടാകില്ല. ഇൻഷുർ ദാറ്റ് യു ഡോണ്ട് സ്പെൻഡ് മോർ ദാൻ യു ഏൺ. നമ്മൾ ഏൺ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഒരിക്കലും നമ്മൾ പിന്നീട് എന്ത് ചെയ്യത്തില്ല? സ്പെൻഡ് ചെയ്യത്തില്ല. അപ്പൊ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ വന്നു തുടങ്ങി. ഫസ്റ്റ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് ഫിനാൻഷ്യൽ കൺട്രോൾ വന്നല്ലേ, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു. സെക്കൻഡ് വൺ ഗോൾ അച്ചീവ്മെന്റ് ആണ്, അല്ലെ? നമ്മൾ പല ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിൽ കാണും. വീട് വെക്കണം, അല്ലെങ്കിൽ വണ്ടി മേടിക്കണം, ദെൻ അങ്ങനെ ലക്ഷറികളായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഇപ്പൊ ഉള്ളതിനേക്കാൾ ബെറ്റർ പൊസിഷനിലോട്ട് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനെ എത്തിക്കാൻ പറ്റുന്ന കുറെ ഗോളുകൾ എല്ലാവരുടെ ഉള്ളിൽ കാണും. പക്ഷെ ഗോൾ പലപ്പോഴും നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റാറില്ല. കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ ഈ പൈസ ഇല്ല. അതാണ് മെയിൻ റീസൺ. അപ്പം
ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്താലോ? വിത്ത് ബഡ്ജറ്റിംഗ് യു ക്യാൻ അലോക്കേറ്റ് യുവർ മണി for some specific financial goals such as savings for a vacation, the buying a home or getting out of a debt, etc. അപ്പൊ നമ്മൾ എന്താണ് ബഡ്ജറ്റിൽ പ്രിപ്പയർ ചെയ്തു. ഫോർ എക്സാമ്പിൾ ഒരു ഗോൾ ആണ്, എന്റെ നിലവിലുള്ള ഡെപ്റ്റ് എനിക്ക് പേ ചെയ്ത് തീർക്കണം. കുറെ നാളായിട്ടൊരു കടം കിടപ്പുണ്ട്, ആ കടം ഇതുവരെ എനിക്ക് വീട്ടാൻ പറ്റിയിട്ടില്ല. ഒരു 2 ലക്ഷം രൂപയുടെ കടമാണ്. എന്നെ ഒന്നിച്ച് പൈസ വന്നിട്ട് വീട്ടാൻ നോക്കിയിട്ട് എനിക്ക് സാധിക്കുന്നില്ല. അപ്പൊ എന്റെ ബഡ്ജറ്റ് ഞാൻ പ്രിപ്പയർ ചെയ്തു. ഇന്ന് മുതൽ എല്ലാ മാസവും ഒരു 2000 റുപ്പീസ് അല്ലെങ്കിൽ 3000 റുപ്പീസ് ഞാൻ മാറ്റി വെക്കുകയാണ്. എന്തിനു വേണ്ടിയാ? എന്റെ ഒരു സ്പെസിഫിക് ഗോൾ ഉണ്ട്, ഈ ഡെപ്റ്റ് റീപേ ചെയ്ത് തീർക്കുക എന്നുള്ളത്. സോ അങ്ങനെ ഞാൻ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തു. എന്റെ ബഡ്ജറ്റിൽ ഞാനൊരു എമൗണ്ട് ഫിക്സ് ചെയ്തു. ആ എമൗണ്ട് എല്ലാ മാസവും ഞാൻ മാറ്റി വെക്കുന്നു, അല്ലെങ്കിൽ EMI ആയിട്ട് തിരിച്ചടച്ചു കൊടുത്തോണ്ടിരിക്കുന്നു. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്റെ ഗോളിന് എനിക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ ബഡ്ജറ്റിംഗ് ഉണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും എന്താണ്, എന്റെ എല്ലാ ഗോളുകളെയും അറ്റൈൻ ചെയ്യാൻ പറ്റും. ദെൻ ഫേസിങ് എമർജൻസി. പലപ്പോഴും നമ്മൾ ഒരു ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഒരു എമർജൻസി സിറ്റുവേഷൻസ്. അല്ല, ഇറ്റ് ഈസ് ഓൾസോ അലോ യു ടു സെറ്റ് ആൻ എ ഫിക്സഡ് എമൗണ്ട് ഓഫ് മണി ഫോർ അൺഎക്സ്പെക്ടഡ് സിറ്റുവേഷൻസ് ഇൻ ഫ്യൂച്ചർ, എൻഷുറിംഗ് യു ആർ പ്രിപ്പയർഡ് ഫോർ ദ എമർജൻസി. സോ സഡൻ ആയിട്ട് ഒരു സാലറിഡ് എംപ്ലോയി ആണ്, സഡൻ ആയിട്ട് ഒരു ദിവസം ജോലി നഷ്ടപ്പെട്ടു, അടുത്ത 3 മാസത്തേക്ക് അടുത്ത 6 മാസത്തേക്കോ എനിക്ക് എന്താണ് ജീവിക്കണം. സോ എന്റെ പൈസ ഇല്ല, കാരണം ഉണ്ടായിരുന്ന പൈസ മുഴുവൻ ഞാൻ സ്പെൻഡ് ചെയ്ത് തീർത്തെന്ന് വിചാരിക്കുക. ഒരു എമർജൻസി എന്റെ മുന്നിൽ എത്തിയിരിക്കുന്നു. സോ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് ലിക്വിഡ് ആയിട്ട് സേവിങ്സിൽ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ, അല്ലെ ലിക്വിഡ് ക്യാഷ് എന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് എന്റെ എമർജൻസിയെ എഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ എന്താണ് ഒരു 3 മാസത്തെ സാലറി എങ്കിലും നമ്മൾ എമർജൻസി ഫണ്ടായിട്ട് അല്ലെ സേവിങ്സ് ആയിട്ട് ലിക്വിഡ് ആക്കി മാറ്റി വെക്കുക. 6 മാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് കുറച്ചുകൂടെ സേഫാ. ഒരു ജോലി നഷ്ടപ്പെട്ടാലും അല്ലെങ്കിൽ എന്താണ് നമുക്കൊരു ആക്സിഡന്റ് പറ്റി നമുക്ക് റെസ്റ്റ് എടുക്കേണ്ട വന്നാലും നമുക്ക് ആ സമയം ഓവർകം ചെയ്യാനായിട്ടുള്ള എന്റെ പേയ്മെന്റുകളൊക്കെ നടന്നു പോകാൻ വേണ്ടിയുള്ള ഒരു പൈസ നമ്മൾ ലിക്വിഡ് ആയിട്ട് എപ്പോഴും കീപ്പ് ചെയ്യുക. അപ്പൊ നമുക്ക് ടെൻഷൻ ഒഴിവാക്കാൻ സാധിക്കും. അടുത്തതാണ് ഡെപ്റ്റ് മാനേജ്മെന്റ് ആണ്. പലപ്പോഴും കടമാണ് നമ്മളെ മാനേജ് ചെയ്യുന്നത്, പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം? കടത്തിനെ മാനേജ് ചെയ്യാൻ പറ്റണം. ഇറ്റ് ഹെൽപ്പ് യു ട്രാക്ക് ആൻഡ് മാനേജ് യുവർ കറന്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ഡെപ്റ്റ്. പലപ്പോഴും നമ്മൾ ലോണുകൾ എടുക്കും, പക്ഷെ തിരിച്ചടവുകൾ മുടങ്ങാറുണ്ട്. അപ്പൊ ഒരിക്കലും എന്താണ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നടക്കില്ല. കാരണം ബഡ്ജറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്റെ വരവിനനുസരിച്ച് എന്റെ സ്പെൻഡിങ് എങ്ങനെയൊക്കെ പോകണം. അപ്പൊ ഞാൻ എന്താണ് എന്റെ ഡെപ്റ്റ് റീപേ ചെയ്യണമെങ്കിൽ എനിക്ക് എന്താണ് ഒരു 2000 രൂപ അല്ലെങ്കിൽ 5000 രൂപ മാസം ആവശ്യമുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ എന്റെ എന്താണ് നിലവിലുള്ള ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം നിലവിലുള്ള ബഡ്ജറ്റിനകത്ത് ഞാൻ അലോക്കേഷൻ ഓൾറെഡി കൊടുത്തു. ഇനി അതിനകത്ത് അലോക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓവർ സ്പെൻഡിങ് ആയി പോകും. അപ്പൊ എന്റെ അൺനെസസറി ആയിട്ടുള്ള എക്സ്പെൻസ് അല്ലെങ്കിൽ പേയ്മെന്റ് ഏതാണെന്ന് നോക്കുക, അതിനെ കട്ട് ചെയ്തിട്ട് അവിടെ ഞാൻ എന്താണ് ഡെപ്റ്റ് റീപേയ്മെന്റിന് വേണ്ടിയുള്ള എമൗണ്ടിനെ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ഡെപ്റ്റിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രോംപ്റ്റ് ടൈമില് അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന ഷെഡ്യൂൾ അനുസരിച്ച് എനിക്ക് ഡെപ്റ്റ് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ അടുത്തതാണ് പീസ് ഓഫ് മൈൻഡ് ആണ്. സമാധാനം കിട്ടുക എന്ന് പറയും. പലപ്പോഴും ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പൈസ ഇല്ല. സോ നമ്മൾ ടെൻഷനായി, നമ്മൾ എവിടുന്ന് കാശ് ഉണ്ടാക്കുമെന്ന് അറിയില്ല. സോ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു, അല്ലെങ്കിൽ ഒരു എമർജൻസി ഒരു ഫണ്ടിങ് ആവശ്യമായിട്ട് വന്നു, ജോലി നഷ്ടപ്പെട്ടു, നമുക്ക് എന്താണ് സമാധാനമില്ല. കാരണം എങ്ങനെ നമ്മൾ പേയ്മെന്റ് മീറ്റ് ചെയ്യും നമുക്കറിയില്ല. സോ അപ്പൊ അങ്ങനെ വരുന്നത് ഒഴിവാക്കാൻ നമുക്ക് ബഡ്ജറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം നമുക്ക് ഫിനാൻഷ്യൽ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചു, അല്ലെ നമുക്ക് കിട്ടുന്നതനുസരിച്ച് ജീവിക്കാൻ നമ്മൾ പഠിച്ചു. നമ്മുടെ ഗോളുകൾ നമുക്ക് ഓരോന്നായിട്ട് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. എമർജൻസിയെ ഫേസ് ചെയ്യാനായിട്ട് ഒരു ഫണ്ട് എന്റെ കയ്യിലുണ്ട്. എന്റെ കടങ്ങൾ ഞാൻ വീട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നു. സോ അപ്പൊ അതുകൊണ്ട് കടം ഒരിക്കലും എന്നെ എന്താണ് ഓവർകം ചെയ്ത് മുന്നോട്ട് പോകില്ല. ഇതൊക്കെ എന്റെ മനസ്സിലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എനിക്ക് എന്താണ് ഒരു കോൺഫിഡൻസ് കിട്ടും. അപ്പൊ ബഡ്ജറ്റ് അലോ യു ടു മാനേജ് യുവർ മണി. The knowing where your money is going and having a plan for a future, they reduce the financial stress and provide a peace of mind. അപ്പൊ ഇതൊക്കെ ബെറ്റർ ആയിട്ട് നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എനിക്ക് എന്താണ് ഒരു പീസ് ഓഫ് മൈൻഡ് കിട്ടും, സമാധാനം കിട്ടും, സുഖമായിട്ട് ഉറങ്ങാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ബഡ്ജറ്റ് കൊണ്ട് അടുത്ത ബെനിഫിറ്റ് പറഞ്ഞിരിക്കുന്നത്. സോ അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റൂളാണ് 50-30-20 റൂൾ എന്ന് പറയുന്ന ഒരു റൂള്. അല്ലെ, ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണം? 50% നമ്മുടെ നീഡ്സിന് വേണ്ടി മാറ്റി വെച്ചേക്കുക. അല്ലെ, മാൻഡേറ്ററി ആയിട്ട് മാറ്റി വെച്ചേക്കുക. ഇപ്പൊ ഹൗസ് റെന്റ് കൊടുക്കുന്ന ആളാണെങ്കിൽ എല്ലാ മാസവും കൊടുക്കേണ്ടതാണ്. എല്ലാ മാസവും വരുന്ന കുറച്ചെന്താണ് പേയ്മെന്റുകൾ നമുക്കുണ്ട്. ആ പേയ്മെന്റുകൾ എല്ലാം നമ്മൾ എല്ലാ മാസവും കൊടുക്കേണ്ടതാണ്. ഗ്രോസറി നമ്മൾ എന്ത് ചെയ്യണം? പർച്ചേസ് ചെയ്യണം. സോ ഇതൊക്കെ എല്ലാ മാസവും വരുന്ന ബേസിക്. അപ്പൊ നമ്മുടെ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ കിട്ടുന്ന സാലറിയുടെ 50% മാറ്റി വെക്കുക. 30% നമ്മുടെ വാൺസിനെ, നമ്മുടെ ഡിസയറിനെ നമുക്കൊന്ന് സാറ്റിസ്ഫൈ ചെയ്യണം. കാരണം നമുക്കൊരു എന്റർടൈൻമെന്റ് വേണം. അല്ലെ, ഒരു സിനിമയ്ക്ക് പോകണം, ഒരു മൂവി കാണാൻ പോകണം, അല്ലെ ഷോപ്പിങ്ങിന് പോകണം, ഒരു ട്രിപ്പ്, ഒരു ടൂർ നമുക്ക് പോകണം. അപ്പൊ ഇതിനൊക്കെ നമുക്ക് എന്താണ് പൈസ വേണം.
അപ്പൊ ഇതെല്ലാം നമ്മൾ ഇൻവെസ്റ്റ്മെന്റിലും സേവിങ്സിലും ഒക്കെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും പോസിബിൾ ആകില്ല. അപ്പൊ നമ്മുടെ ലൈഫിൽ എന്താണ്, നമ്മുടെ വാൺസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എല്ലാ മാസവും ഒരു 30% വാൺസിന്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാറ്റി വെച്ചേക്കുക. റിമൈനിങ് ഒരു 20% വരുന്നത് കമ്പൾസറി നമ്മൾ എന്തിലോട്ട് മാറ്റുക, സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റിലോട്ട് മാറ്റുക. അപ്പൊ നമുക്ക് എന്താണ്, കിട്ടിയിരിക്കുന്ന പൈസയെ നമ്മുടെ സോഴ്സ് ഓഫ് ഇൻകത്തിനെ വളരെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് എന്താണ് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഇതെനിക്ക് ഈ ബഡ്ജറ്റ് 50-30-20 റൂൾ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ എനിക്ക് എന്താണ് ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ലെന്ന് വിചാരിക്കുക. അപ്പൊ അൺനെസസറി ആയിട്ടുള്ള എക്സ്പെൻസുകൾ വേണമെങ്കിൽ കട്ട് ചെയ്തുകൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യിക്കാം. എന്നിട്ടും പറ്റുന്നില്ലെങ്കിൽ നമുക്ക് വിചാരിച്ചോണം നമ്മുടെ സോഴ്സ് ഓഫ് ഇൻകം പോരാ, നമ്മുടെ ഇൻകം കൂട്ടണം. അപ്പൊ അഡീഷണൽ ഇൻകം ഉണ്ടാക്കാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ആലോചിക്കേണ്ടത്. സോ ഇപ്പൊ 50-30 റൂളിലോട്ട് വരുമ്പോൾ നമുക്കറിയാം, കോമൺ ആയിട്ട് എല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് 50% നമ്മൾ എന്താണ് നമ്മുടെ ഡേ ടു ഡേ അല്ലെങ്കിൽ നമുക്ക് എല്ലാ മന്തിലും വരുന്ന റെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഡെപ്റ്റ് റീപേയ്മെന്റ് ആയിട്ട് യൂട്ടിലിറ്റീസ് ആയിട്ട് ഫുഡ് ആയിട്ട് ഹെൽത്ത് കെയർ ആയിട്ട് ഇൻഷുറൻസ് ഒക്കെ ആയിട്ട് അങ്ങ് പോകും. 30% നമ്മുടെ വാൺസിന് വേണ്ടിയാണ്, ട്രാവലിന് വേണ്ടി, ഡൈനിങ് ഔട്ടിന് വേണ്ടി, നമ്മുടെ ഹോബി, റിക്രിയേഷൻ, എന്റർടൈൻമെന്റ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിന് വേണ്ടി നമ്മൾ അങ്ങ് മാറ്റി വെക്കും. പോയിട്ട് റിമൈനിങ് 20% നമ്മുടെ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റിലോട്ട് പോകണം. ഷോർട്ട് ടൈം ഗോൾ അറ്റൈൻ ചെയ്യാൻ, മീഡിയം ടൈം ഗോൾ അറ്റൈൻ ചെയ്യാൻ, ലോങ് ടൈം ഗോൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് സേവിങ്സ്, കുറച്ച് ഡെപ്റ്റ് അല്ലെ എമർജൻസിയെ മീറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ കുറച്ച് സേവിങ്സ് ആയിട്ടും കുറച്ച് ഡെപ്റ്റ് ആയിട്ട് കുറച്ച് എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടും മാറ്റി വെക്കുക. അങ്ങനെ നമ്മളൊരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് പീസ് ഓഫ് മൈൻഡ് ലഭിക്കുന്നു എന്നുള്ളതാണ് അടുത്തൊരു ബെനിഫിറ്റ് പറഞ്ഞിരിക്കുന്നത്. സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഒരു 5 പോയിന്റുകൾ മാത്രമാണ് ബഡ്ജറ്റിംഗ് ഹെൽപ്പ് യു. ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്താൽ, ഒരു ഫിനാൻഷ്യൽ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന കുറച്ച് ഒബ്ജക്റ്റീവ്സ്. മാനേജ് യുവർ ഫിനാൻസ് എഫക്റ്റീവ്ലി, ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഫിനാൻസിനെ മാനേജ് ചെയ്യാം. അച്ചീവ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമുക്ക് എന്ത് ചെയ്യാം, കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. മേക്ക് ദ പ്രോഗ്രസ് ടുവാർഡ് യുവർ ഫിനാൻഷ്യൽ ഗോൾസ്. ഫിനാൻഷ്യൽ ഗോൾസ് നമുക്ക് എന്ത് ചെയ്യാം, അറ്റൈൻ ചെയ്ത് പ്രോഗ്രസ് ആയി പോകാൻ സാധിക്കും. എന്റെ ഷോർട്ട് ടൈം ഗോൾ അറ്റൈൻ ചെയ്തു, മീഡിയം ടൈം ഗോൾ അറ്റൈൻ ചെയ്തു, ലോങ് ടൈം ഗോൾ അറ്റൈൻ ചെയ്തു. പക്ഷെ നമുക്കറിയാം ഈ ഗോളുകളൊക്കെ അറ്റൈൻ ചെയ്യുമ്പോൾ പുതിയ ഷോർട്ട് ടൈം ഗോളും പുതിയ മീഡിയം ടൈം ഗോളും പുതിയ ലോങ് ടൈം ഗോളും എന്നാണ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. 25ാമത്തെ വയസ്സിൽ ഞാൻ സെറ്റ് ചെയ്തപ്പോൾ ഉള്ള ഗോളുകളൊക്കെ എന്റെ 35ാമത്തെ വയസ്സിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ 30ാമത്തെ വയസ്സിലും 35ാമത്തെ വയസ്സിലും വീണ്ടും പുതിയ ഷോർട്ട് ടൈമും മീഡിയം ടൈമും ലോങ് ടൈമും ഗോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് അറ്റൈൻ ചെയ്യണമെങ്കിൽ ഫിനാൻഷ്യൽ പ്ലാനിങ് വേണം. റെഡ്യൂസ് ദ സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി റിലേറ്റഡ് ടു ഫിനാൻസ്. ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ട്രെസ്സുകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാം, ആൻസൈറ്റി നമുക്ക് അവോയ്ഡ് ചെയ്യാം. കാരണം എല്ലാം ബെറ്റർ ആയിട്ടാണ്. എനിക്ക് ലിക്വിഡ് ആയിട്ട് ഫണ്ട് വേണം, സേവിങ്സ് അക്കൗണ്ടിലുണ്ട്. എന്റെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, 10 വർഷം കഴിഞ്ഞ് എനിക്കത് 20 വർഷം കഴിഞ്ഞ് എനിക്ക് കിട്ടും. അല്ലെങ്കിൽ ഇൻഷുറൻസ് പോളിസി ഉണ്ട്, ഞാൻ കുറച്ചുകൂടെ സേഫ് ആണ്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റും സേവിങ്സും റിട്ടയർമെന്റ് പ്ലാനും അതുപോലെ ടാക്സ് പ്ലാനിങ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ്, ഇറ്റ് ഹെൽപ് ടു റെഡ്യൂസ് യുവർ സ്ട്രെസ്, ആൻസൈറ്റി എക്സെട്ര. എൻജോയ് ദ ഫിനാൻഷ്യൽ പീസ് ഓഫ് മൈൻഡ്. നമ്മുടെ ഫിനാൻഷ്യൽ എന്താണ് സെറ്റിൽഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഫിനാൻഷ്യലി നമുക്ക് ഫ്രീഡം കിട്ടിയെങ്കിൽ, ഫിനാൻഷ്യലി ഞാൻ കോൺഫിഡൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പീസ് ഓഫ് മൈൻഡ് ഈസി ആയിട്ട് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊക്കെ എന്താണ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്താൽ, പേഴ്സണൽ ഫിനാൻസിനെ നമ്മൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് അതിനനുസരിച്ചാണ് നമ്മൾ നമ്മുടെ സ്പെൻഡിങ്ങുകൾ നടത്തുന്നതെങ്കിൽ, നമ്മുടെ പൈസയെ നമ്മൾ ചാനലൈസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് ഈ ബെനിഫിറ്റുകളൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. സോ അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. പേഴ്സണൽ ഫിനാൻസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, അല്ലെ പേഴ്സണൽ ഫിനാൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് അത് ബഡ്ജറ്റിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്, എങ്ങനെ പേഴ്സണൽ ഫിനാൻസിൽ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാന്നുള്ളതിനെ കുറിച്ചായിരുന്നു. അപ്പൊ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.